Hello everyone, Patriot, the big M's of Indian cinemas reunites after 16 or 18 years. അങ്ങനെ നീണ്ട കാലയളവിന് ശേഷം നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ മലയാളത്തിൻ്റെ ഇതിഹാസങ്ങൾ നീണ്ട കാലയളവിന് ശേഷം ഒന്നിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമ പാട്രിയോട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, രാജ്യസ്നേഹി എന്നാണ്. ഇതിന് തിരക്കഥയും സംവിധാനവും എഡിറ്റിങ്ങൊക്കെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മാലിക്, പിന്നെ ടേക്ക് ഓഫിൻ്റെ ഒക്കെ ഡയറക്ടറും റൈറ്ററായ മഹേഷ് നാരായണനാണ്. ഇതിൻ്റെ സംഗീതം മ്യൂസിക് കമ്പോസർ സുഷിൻ ശ്യാം. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ സിനിമയുടെ ക്യാസ്റ്റ് ഇതിലൊക്കെ ആയിരിക്കാണ് ഉള്ളതെന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. മമ്മൂക്ക ലാലേട്ടൻ, അവരോടൊപ്പം തന്നെ അലോങ് സൈഡ് നമ്മുടെ ചാക്കോച്ചൻ, കുഞ്ചാക്കോബൻ, ഫാസിൽ, നയൻതാര, രേവതി, രാജീവ് മേനോൻ തുടങ്ങിയൊരു നീണ്ട താരനിര, എ ബിഗ് സ്റ്റാർ കാസ്റ്റ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ് പാട്രിയോട്ട്. ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ എനിക്ക് തോന്നുന്നു 2026 തന്നെ ഫസ്റ്റ് പൊസിഷൻ എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നത് ദൃശ്യം 3 ഏറ്റവും കൂടുതൽ ഹൈപ്പ്. അതിൻ്റെ അടിയിൽ അത് കഴിഞ്ഞാൽ പറഞ്ഞത് പാട്രിയോട്ട് ആയിരിക്കും ഏറ്റവും കൂടുതൽ വമ്പൻ ഹൈപ്പിൽ ഉള്ളൊരു എന്താ പറയുകയാണെങ്കിൽ ഒരു ഹൈപ്പ്. അപ്പോൾ ഒരു സിനിമ നമുക്കറിയാം, സാധാരണ ഒരു സിനിമ ഷൂട്ട് ചെയ്തെടുക്കുന്ന ടൈം ഒരു 3 or 4 months ആണ്. അതായത് 100 days, 40 days, 100 days, 120 days. പക്ഷേ ഈ ഒരു സിനിമ ഏകദേശം 1 year ഷൂട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒപ്പം തന്നെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തൊരു പടമാണ് ഈ ഒരു പാട്രിയോട്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സിനിമയുടെ ട്രെയിലർ തന്നെ ഇന്ത്യൻ സിനിമയിൽ തന്നെ പുതുചരിത്രം കുറിച്ചുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതറിയാലോ, നമ്മുടെ മലയാളത്തിൻ്റെ 2 ഇതിഹാസങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, അവർ രണ്ടുപേരും തന്നെ നേരിട്ട് തിയേറ്ററിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ഒരേ സമയം രണ്ടുപേരും 2 തിയേറ്ററിൽ നിന്ന് ഒരേ സമയം ഒരു പടത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തു. മമ്മൂക്ക നമ്മുടെ തൃശ്ശൂർ രാഗത്തിലും, പിന്നെ ലാലേട്ടൻ നമ്മുടെ കവിത തിയേറ്ററും എറണാകുളം. അപ്പോൾ എന്താ പറയുക, ഈ ഒരു പടം എന്താ പറയുക, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഹോളിവുഡ് ക്ലാസിക് ലെവലിലേക്ക് ഒരു പടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഹോളിവുഡ് ലെവലിൽ, ഹൈ ഹോളിവുഡ് ലെവലിൽ എന്താ പറയുക ഇരുന്ന് കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ പടം അങ്ങനത്തെ ഒരു പടമായിരുന്നു. പീക്ക് പെർഫോമൻസിനാണ് പ്രത്യേകിച്ച് പറയേണ്ടത്. ലാലേട്ടൻ്റെ സ്ക്രീൻ എൻട്രി, സ്ക്രീൻ പ്രസൻസ് തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ അത് മാത്രം മതി, അതിനപ്പുറത്ത് വേറൊന്നും വേണ്ട. നമുക്കറിയാം, ഈ ഒരു പടത്തിൻ്റെ ഹൈപ്പ് കൂട്ടാൻ ഈ പടത്തിന് പോകാൻ തന്നെ ഒരു റീസൺ മമ്മൂക്ക ലാലേട്ടൻ ഇത്ര നാളിന് ശേഷം ഒന്നിക്കുന്നു. അതിനപ്പുറത്തെ ഒരു വേറെ റീസണിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ എനിക്ക് സ്പെഷ്യലിറ്റി ആവശ്യം തന്നെ ഇല്ല. ഈ ഒരു റീസൺ തന്നെ മതി നമുക്കൊരു പടം കാണാനായിട്ട്. പ്രത്യേകിച്ച് തന്നെ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആ ഒരു വൈബിൽ തന്നെ തിയേറ്ററിൽ കാണുമ്പോൾ മമ്മൂക്കരി ലാലേട്ടൻ്റെ ഇപ്പോൾ തന്നെ ഉള്ള ഒരു മമ്മൂക്കരി ലാലേട്ടനും ഒപ്പം തന്നെയുള്ള ഒരു ബിഗ് സ്റ്റാർ കാസ്റ്റ് പെർഫോമൻസ്, പീക്ക് പെർഫോമൻസ് തന്നെയായിരുന്നു. നല്ല അടിപൊളി പെർഫോമൻസാണ്. പ്രത്യേകിച്ച് മമ്മൂക്ക ലാലേട്ടൻ പീക്ക് പെർഫോമൻസ്, പീക്ക് എൻട്രി തന്നെയായിരുന്നു. നല്ലൊരു പൂരപ്പറമ്പാക്കിയിരുന്നു. പ്രത്യേകിച്ച് ലാലേട്ടൻ അടിപൊളിയായിരുന്നു ഈ ഒരു സിനിമയിൽ. എന്താ പറയുക ഇത്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു പടം മെയിനായിട്ട് ഡീറ്റെയിൽ ചെയ്യുന്നത് തന്നെ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഡാറ്റ പ്രൈവസി. പിന്നെ പെരിസ്കോപ്പിനെ പറ്റി എനിക്ക് അത്രയധികം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അതെന്താണെന്ന് അറിയില്ല. പക്ഷേ അതിനെപ്പറ്റി ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ പടത്തിൽ കാണിക്കുന്നുണ്ട്. അതായത് പെരിസ്കോപ്പിൻ്റെ ഒരു യൂസും, പിന്നെ പെരിസ്കോപ്പ് അതായത് ചില സ്ഥലങ്ങളിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നതും നമ്മുടെ ഡാറ്റ ചോരുന്നതും. ഇപ്പോൾ പാട്രിയോട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ദേശസ്നേഹി അല്ലെങ്കിൽ രാജ്യസ്നേഹി, അതായത് മമ്മൂക്ക. അപ്പോൾ ആ മമ്മൂക്ക ഈ ഒരു നീതിക്ക് വേണ്ടി, അതായത് എന്താ പറയുക, നമുക്കെല്ലാവർക്കും അറിയാം ഫാസിലാണ് ഈ ഒരു സിനിമയിലെ ഒരു വില്ലൻ സ്പോട്ട് കളിക്കുന്നത്. ആളുടെ ശക്തി സൊല്യൂഷൻസ്, സമാജ് സേവ, ആ ഒരു കമ്പനി ഒരു ഫ്രോഡ് പരിപാടി, അതായത് ഡാറ്റ ഹാക്കിങ് അല്ലെങ്കിൽ സ്പൈവെയർ വെച്ച് അങ്ങനത്തെ ഓരോ പരിപാടികൾ നടത്തുമ്പോൾ ഈ സ്ഥാപനത്തിൽ തന്നെ ജോലിക്കാർ, അതായത് ദർശന പോലെ പിന്നെ ഉള്ള ജോലിക്കാരൊക്കെ ഇത് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഫ്രോഡ് പരിപാടി നടക്കുമ്പോൾ ആ ഒരു ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്നു, പിന്നെ അവരെ കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ അവർക്ക് നീതിയും കിട്ടണം. മാത്രമല്ല ഈ ഒരു ഡാറ്റ ചോരുന്നത്, ഡാറ്റ നമ്മുടെ പ്രൈവസിയൊക്കെ ചോരുന്ന ഈ വക സംഭവങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നു, മാധ്യമങ്ങളിലേക്ക് എത്തിക്കാൻ അതായത് നിയമത്തിൻ്റെ മുമ്പിൽ ഈ ഫ്രോഡ് പരിപാടി ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ, വില്ലന്മാരെ ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ആ ഒരു കഥാപാത്രം നമ്മുടെ മമ്മൂക്ക. പിന്നെ ഈ കൊണ്ടുവരുന്നത് അത്ര എളുപ്പമല്ല. ഈ കൊണ്ടുവരുന്ന സമയത്തൊക്കെ കഥയിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പല പ്രശ്നങ്ങളും, ചിലപ്പോൾ നാട് വീഴേണ്ടി വരാം, അങ്ങനത്തെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലെല്ലാത്തിനും സഹായിക്കുന്ന ആ ഒരു വ്യക്തി കേണൽ റഹീം നായികയായി നമ്മുടെ എല്ലാവരും എത്തുകയാണ് മമ്മൂക്കനെ സഹായിക്കാൻ. ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൂരപ്പറമ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ ഫേസ് ചെയ്തത്. പൂരപ്പറമ്പ് എന്ന് പറയാം തിയേറ്ററിൽ. അതായിരുന്നു അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്തു ആ ഒരു എന്താ പറയുക, ലാലേട്ടൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ്. പക്ഷേ മമ്മൂക്കരും അത്ര പോരെന്നല്ല, ലാലേട്ടൻ്റെ മകനും അടിപൊളി തന്നെയായിരുന്നു. പീക്ക് പെർഫോമൻസ് തന്നെ അവരെ സ്ക്രീൻ എൻട്രി ചെയ്തത്. പക്ഷേ കുറച്ചുകൂടി കൂടുതൽ ലാലേട്ടൻ്റെ ആ ഒരു
പീക്ക് സ്ക്രീൻ പ്രസൻസ്, അടിപൊളിയായിരുന്നു. ഒരു തിയേറ്റർ എന്താ പറയുക പൂരപ്പറമ്പനാക്കി. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ രാജീവ് മേനോൻ എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ കഥാപാത്രം. അപ്പോൾ രാഷ്ട്രീയത്തിലും സ്വാഭാവികം നമുക്കറിയാം ഈ ഒരു പ്രശ്നം കണക്ട് ചെയ്യുന്നതും അവരെ ഡാറ്റ പ്രൈവസി അനലൈസ് ചെയ്യുക, അതായത് ഡാറ്റ സമയത്ത് അതായത് ഡാറ്റ ചോരുന്നു. പിന്നെ ഈ 16 അതായത് എന്നെ പോലുള്ള ഓരോ വയസ്സുള്ള ആൾക്കാർ വയസ്സുള്ളവർ ഇരയാവുക ഇതിന് എന്താ പറയുക ലാപ്ടോപ്പിലൂടെ ഇതുപോലെ ഓരോന്ന് ചെയ്യുമ്പോൾ ഡാറ്റ ലീക്കായി, പ്രൈവസി ഇതൊക്കെ ലീക്കായി. ഈ എന്താ പറയുക പെരിസ്കോപ്പിൻ്റെ ചില ഇടങ്ങളിൽ പെരിസ്കോപ്പിൻ്റെ മിസ്യൂസ് അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ പടത്തെ ഡീറ്റെയിലിംഗ് ഇത് കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അത് എൻഗേജിങ് ആയിട്ട് തന്നെ കുഴപ്പമില്ല, നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയി. ക്ലൈമാക്സ് തന്നെ അടിപൊളിയായിരുന്നു. ക്ലൈമാക്സിൽ മമ്മൂക്കയുടെ ഡയലോഗും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു കാർ ചേസും നമ്മൾ ട്രെയിലർ കണ്ട പോലെ തന്നെ മമ്മൂക്ക ലാലട്ടനൊക്കെ ആണെങ്കിൽ സൺറൂഫ് തുറന്ന് വെടിവെക്കുന്നതും അതൊക്കെ തന്നെ അടിപൊളിയായിട്ടുണ്ട് ഈ സിനിമയിൽ, നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ഒരു കഥ എത്രമാത്രം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തോ അത്രമാത്രം കഥ വന്നില്ല. ആവറേജ് ആയിട്ടാണ് കഥ ഫീൽ ചെയ്തത്, ആവറേജ് ആയിരുന്നു. എത്രമാത്രം ഹൈപ്പ് കൊടുത്തോ അതിനനുസരിച്ച് വന്നില്ല. പക്ഷേ ആകെ നമുക്ക് സന്തോഷമായി ഫുൾഫിൽ ചെയ്തത് നമ്മുടെ ഒരു ഹൈപ്പ് ഫുൾഫിൽ ചെയ്തത് എന്താണ്, ലാലേട്ടൻ്റെ നമുക്കൊരു സ്ക്രീൻ പ്രസൻസ് ഹോളിവുഡ് ക്ലാസിക് രീതിയിൽ തന്നെ പടം മേക്ക് ചെയ്തിട്ടുണ്ട് എന്ന ഈ കാര്യങ്ങൾ. പിന്നെ ലാലേട്ടൻ നമുക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ള ഒരു നീണ്ട താരനിര ഈ മറ്റേ കുഞ്ചാക്കോവൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രാജീവ് മേനോൻ, രേവതി തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ പെർഫോമൻസും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിലയിടങ്ങളിൽ നമുക്ക് എന്താ പറയുക ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമ കാണുമ്പോൾ ഒരു ഹോളിവുഡ് ക്ലാസിക് ലെവൽ സിനിമ കാണുന്ന ഒരു ഫീൽ നമുക്ക് ഈ പടത്തിൽ കിട്ടും. എന്താ പറയുക തീർച്ചയായിട്ടും ഈ പടത്തിൽ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയുള്ള അഭിപ്രായങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക നിങ്ങൾ ഈ പടം കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പിന്നെ നിങ്ങൾ എത്രമാത്രം പ്രതീക്ഷിക്കുക ഈ പടത്തുണ്ടായിരുന്നു, നിങ്ങളുടെ പ്രതീക്ഷിക്കാത്ത ഈ പടം വന്നു എന്നുള്ളത് എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ നെക്സ്റ്റ് ഒരു മൂവി വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.